സെഖരിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഇവിടെ സെഖരിയാവ് ഒരു ജനതയെ നോക്കി പ്രവചിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി, മതിലിടിഞ്ഞു, ആരാധന തകർന്നു. ആ കാലഘട്ടത്തിൽ ഇനിയും ആലയം പണിയത്തില്ല, ആരാധന പണിയപ്പെടത്തില്ല, മതിൽ പണിയപ്പെടത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ജാതീയ രാജാവായ കോരശിൻ്റെ മനസ്സിനെ സർവശക്തനായ ദൈവം ഉണർത്തി. 3 ഗ്രൂപ്പ് പണിയാനിറങ്ങി. ഒന്നാമത്തെ ഗ്രൂപ്പ് സെരുബാബേലിൻ്റെ നേതൃത്വത്തിലും, രണ്ടാമത്തെ ഗ്രൂപ്പ് എസ്രായുടെ നേതൃത്വത്തിലും, മൂന്നാമത്തെ ഗ്രൂപ്പ് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലും. സെരുബാബേൽ വന്നത് ആലയം പണിയാനാ, എസ്ര വന്നത് ആരാധന പുനഃസ്ഥാപിക്കാനാ. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് വന്നത് മതിൽ പണിയാനാ. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ആലയം പണിയാൻ വന്നപ്പോൾ ആ പണിയെ നീണ്ട 16 വർഷം ശത്രു തടസ്സങ്ങൾ സൃഷ്ടിച്ചു. സ്തോത്രം. എന്നാൽ ഇനിയും പണിയാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പം 2 പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു, ഹഗ്ഗായും സെഖരിയാവും. അവർ നിന്ന് പ്രവചിക്കുക, സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, എൻ്റെ ആത്മാവ് കൊണ്ട് ഇത് പണിയാൻ പോവുക. സെരുബാബേലിൻ്റെ കൈ ഇതിന് അടിസ്ഥാനമിട്ടെങ്കിൽ അവൻ്റെ കൈ തന്നെ ഇത് പൂർത്തീകരിക്കും. അങ്ങനെ പ്രവചിച്ചു വന്ന പ്രവചന ദൂതിനകത്ത്, സ്തോത്രം, 9-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ പറയുകയാണ്, ഈ ജനം വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റി കിടക്കുക, ഇപ്പം ഞാൻ അവരെ എൻ്റെ നിയമരക്തത്താൽ വിടുവിക്കും. എന്നിട്ട് പറയുകയാണ്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, ഇവർ പ്രത്യാശയുള്ളവരാ, പക്ഷെ ഇപ്പം ബന്ധിക്കപ്പെട്ടിരിക്കുക. ഇതിനകത്ത് ഇന്ന് പറയാൻ പോകുന്ന ദൂത്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ. ഏതാണ് ഈ മടങ്ങി വരാൻ പറഞ്ഞ കോട്ട? പറയാം. സ്തോത്രം. ഇത് സുരക്ഷിത സ്ഥാനമാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായി നിൽക്കട്ടെ. അതെന്താണെന്നറിയാമോ? നിങ്ങളിപ്പോൾ ഒരു സുരക്ഷിത സ്ഥലത്താണോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയാം, പ്രത്യാശയുള്ള ബദ്ധന്മാരെ എവിടേക്ക് മടങ്ങിവാ? കോട്ടയിലേക്ക് മടങ്ങിവാ, സുരക്ഷിത സ്ഥലത്തേക്ക് മടങ്ങിവാ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്റെ സൂക്ഷ്മതക്കുറവല്ല നീ തകരാതിരിക്കുന്നത്, നീ ഒരു സുരക്ഷിത സ്ഥാനത്താണ്. ഏതൊക്കെ സംഘടിത ശക്തികൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റവരൊക്കെ ലജ്ജിച്ചു തലതാഴ്ത്താൻ കാരണം നീ നിൽക്കുന്നത് ഒരു സുരക്ഷിത സ്ഥലത്താണ്. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഇതു സംബന്ധിക്കുന്ന ദൂതാണ് ഇന്ന് നിന്നോട് പറയാൻ ആത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നത്. ഏതാണ് നമ്മൾ വരേണ്ട കോട്ട? ഏതാണ് നമ്മൾ വരേണ്ട മതിൽ? ഏതാണ് നമ്മൾ ഒളിക്കേണ്ട സുരക്ഷിത സ്ഥലം? സണ്ണി പാസ്റ്റർ കാര്യം വിവരിച്ചു. അനർത്ഥ ദിവസത്തിൽ അവൻ നിൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഞാൻ നിന്നോട് പറയാം, ദൈവത്തിൻ്റെ സുരക്ഷിത സ്ഥലത്ത് ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ നിന്നെ ഒരു കണ്ണുകൾക്കും കാണാൻ കഴിയത്തില്ല. ആഹാബ് കൊടികുത്തി വാണ മണ്ണിൽ, ആഹാബിൻ്റെ കൺമുമ്പിൽ കെരീത്തിൻ്റെ അടുക്കൽ ഏലിയാവിനെ പാർപ്പിക്കാൻ ദൈവത്തിനറിയാം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്നെ ദൈവം ഒളിപ്പിച്ചാൽ ഒരു ദുഷ്ടൻ്റെ കണ്ണും നിന്നെ കാണുകയില്ല. നീ ദൈവത്തിൻ്റെ സുരക്ഷിത സ്ഥലത്താണ്, നീ ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തിക്കകത്താണ്. ഇനിയും ഞാൻ ആ ദൂത് ഒന്ന് വിവരിച്ചുകൊണ്ട് വരാം. വിവരിക്കപ്പെടുവാൻ ചില വാക്യങ്ങൾ അതിന് വേണം. സ്തോത്രം. എന്തിനാണ് ഈ സുരക്ഷിത സ്ഥലത്തേക്ക് നാം ആയിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്? ബൈബിളിലെ 3 കാര്യം ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരാം. വായിക്കാൻ അതിന് സമയമില്ലാത്തത് കൊണ്ടാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രവാചകൻ പ്രവചിക്കുക, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ട്. സ്തോത്രം. പ്രവാചകൻ ആത്മക്കണ്ണുകളിലൂടെ പറയുക. ദൈവത്തിന് സ്തോത്രം. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുക, സംഹാരകൻ നിനക്കെതിരെ വരുന്നുണ്ട്, കോട്ടയെ കാത്തുകൊള്ളണം. സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതിയ, നിന്റെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന വണ്ണം വിഴുങ്ങാൻ വരുന്നുണ്ട്. എന്താണ് വിഴുങ്ങാൻ വരുന്ന പിശാചും കൊല്ലാൻ വരുന്ന സംഹാരകനും ചീറിയെടുക്കുന്ന ദുഷ്ടശക്തിയും അടുക്കാത്തത് നീ ദൈവത്തിൻ്റെ സുരക്ഷിത സ്ഥലത്താണ്.
ആരെങ്കിലും സുരക്ഷിത സ്ഥലത്തല്ലെങ്കിൽ ഇന്നത്തെ സന്ദേശം ആ സുരക്ഷിത സ്ഥലത്തേക്ക് കയറി നിൽക്ക്. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധത്തെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നിനക്ക് ഫലിക്കത്തില്ല. ഇനിയും ഇച്ചിരുടെ ഗഹനമായി ഈ ദൂതിലോട്ട് നമുക്കൊന്ന് വരാം. ആ ദൂതിൻ്റെ വിവരണത്തിൽ വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. ഇത് വെറും വാക്യമല്ല, നിന്നോടുള്ള ദൂത. വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. നീ ഒളിച്ചിരിക്കേണ്ട, നീ ചെന്നിരിക്കേണ്ട സുരക്ഷിത സ്ഥലം എവിടെയാണ്? വായിച്ചു കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ഇനി നിന്റെ ദേശത്ത് സാഹസവും, ഇനിയും നിന്റെ ദേശത്ത് സാഹസവും, നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. ദൈവം ഉറപ്പ് തരിക, നിന്റെ അതിരിനകത്ത് ഇന്നലകളിൽ കേട്ട ശൂന്യത ഇനിയും ഉണ്ടാകത്തില്ല. ഇന്നലകളിൽ വെളിപ്പെട്ട നാശം ഇനിയും നിന്റെ അതിരിൽ ഉണ്ടാകത്തില്ല. വൈര് നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും. നിനക്കൊരു മതിലുണ്ട്, ആ മതിലിന്റെ പേര് കേട്ടോ, രക്ഷയെന്ന മതിലിന്റെ പേര്. നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും. നിനക്കൊരു വാതിലുണ്ട്, ആ വാതിലിന്റെ പേര് സ്തുതി എന്നാണ്. രക്ഷയുടെ മതിലിനകത്ത്, സ്തുതി എന്ന വാതിലിനകത്ത് ഇരിക്കുന്ന നിന്നോട് ആ ദൂത്, ഇനിയും നിന്റെ അതിരിനകത്ത് ശത്രു വിതച്ച നാശം, ശത്രു വിതച്ച ശൂന്യത, ശത്രു വിതച്ച നാശം ഇനിയും നിന്റെ അതിരിനകത്ത് കേൾക്കത്തില്ലെന്ന് ദൈവം ഉറപ്പ് തരിക. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്തേ. എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു. അരുതാത്തത് നിന്റെ അതിരിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന നിന്റെ അതിരിനകത്തുനിന്ന് അരുതാത്ത ദുർവ്യാപാരത്തെ പറിച്ചെറിയാൻ കഴിവുള്ള ദൈവം. 2 കാര്യങ്ങൾക്ക് ദൈവം ഇന്ന് ഉറപ്പ് തരുക. 2 കാര്യം നീ ഓർക്കണം. നിന്നെ കവർ ചെയ്തേക്കുന്ന മതിലിന്റെ പേര് രക്ഷയെന്ന. ഹല്ലേലൂയ. ഈ മതിൽ എവിടുന്നാ രൂപപ്പെട്ട? 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ നിന്നെയും എന്നെയും സുരക്ഷിതരാക്കാൻ എൻ്റെ ദൈവം തീർത്ത മതിലാ രക്ഷയുടെ മതില്. രണ്ടാമത്തെ കേട്ടോ, ആ മതിലിനൊരു വാതിലുണ്ട്. എന്തുവാ? സ്തുതി. നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിളിലെ ഒരു വാക്യം പറയാം, ഞാൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അതിനകത്തു നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കാം. ഇനിയും നിന്റെ അതിരിനകത്ത് ശൂന്യത വരികയില്ല,